ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. Which of the following statements are true as per net operating income approach to capital structure decisions? അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് പറയണമെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസിനെ പറ്റി പറയണം, അതെന്താ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് പറയണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ് മെയിനായിട്ട് നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, പിന്നെയാണ് ട്രഡീഷണൽ അപ്രോച്ച് അപ്രോച്ച്, മോഡി ഗ്ലാനി ആൻഡ് മില്ലർ അപ്രോച്ച്. ഇതിനകത്തിൽ നെറ്റ് ഇൻകം അപ്രോച്ച് പറയുന്നത് കൂടുതൽ വളരെ നട്ട്ഷെല്ലിൽ പറയുകയാണ്. ഇങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, പക്ഷെ ഇതിനെ നട്ട്ഷെല്ലിൽ പറയുകയാണ്. അതായത് കൂടുതൽ ഡെറ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബിക്കോസ് ഡെറ്റ് ഇസ് ചീപ്പർ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഡെറ്റ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഓൺഡ് ക്യാപിറ്റലും ഓൺഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈക്വിറ്റി ക്യാപിറ്റൽ. ഡെറ്റ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കടം വാങ്ങിക്കുന്ന, ബാങ്കിൽ നിന്ന് വാങ്ങിക്കുക, ഡിബഞ്ചേഴ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഈ ഓൺഡ് ക്യാപിറ്റലും ഡെറ്റ് ക്യാപിറ്റലും, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ എന്താണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ടു ഇൻക്രീസ് വാല്യൂ ഓഫ് ദ ഫേം. വാല്യൂ എന്ത് ചെയ്യുക? വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യുക. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എപ്പോഴും കുറയ്ക്കുക. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞാൽ തന്നെ വാല്യൂ ഓഫ് ദ ഫേം കൂടും എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടി അതാണ് അത് ഡിവിഡൻഡിൽ വർക്ക് ആവുമോ എന്നുള്ളത് ഡിവിഡൻഡ് ഡിസിഷൻ പറയുന്നു. ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസിനകത്തിലാണ് അതിനകത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ, നമ്മൾ കൂടുതൽ ഡെറ്റ് യൂസ് ചെയ്യണോ, കൂടുതൽ ഇക്വിറ്റി യൂസ് ചെയ്യണോ എന്നൊക്കെ ഉള്ളതാണ്. ഇത് വലിയൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അവിടെ ഈ നെറ്റ് ഇൻകം അപ്രോച്ച് പറയുന്നത് കൂടുതൽ ഡെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവിലേക്ക് അടുക്കും എന്നാണ് പറയുന്നത്. കൂടുതൽ ഡെറ്റ് യൂസ് ചെയ്യുമ്പോൾ. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് പറയുന്നത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എത്ര ഡെറ്റ് യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും എന്തില്ല, യൂസ് ഇല്ല കൂടുതൽ. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡെറ്റ് ഒരു ചീപ്പർ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ അല്ലേ, അത് യൂസ് ചെയ്യുമ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയണ്ടേ എന്നാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് എന്താ പറയുന്നത്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് അതായത് whatever it may be the proportion of capital, balance sheet, whatever it may be the capital structure, അതായത് ഡെറ്റ് ഉള്ള സ്ട്രക്ചർ ആയിക്കോട്ടെ, കൂടുതൽ ഇക്വിറ്റി ഉള്ള സ്ട്രക്ചർ ആയിക്കോട്ടെ, ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിക്കോട്ടെ. അപ്പോൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് പറയുന്നത് ഇതിനൊന്നും ഒരു വാലിഡിറ്റി ഇല്ലെന്നാണ്. അപ്പം ഇനി ഈ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതാണ് ഈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഡെറ്റ് ആർ കോൺസ്റ്റന്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വിൽ ഡിക്രീസ് ബൈ യൂസ് ഓഫ് മോർ ഡെറ്റ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വിൽ ഇൻക്രീസ്, ഇക്വിറ്റി ഡിക്രീസ് ചെയ്യുന്നല്ല ആര് പറഞ്ഞിരിക്കുന്നത്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൂടുതൽ ഡെറ്റ് ഒരു ചീപ്പർ സോഴ്സ് തന്നെയാണ്, എന്നിരുന്നാലും നമ്മൾ കൂടുതൽ ഡെറ്റ് യൂസ് ചെയ്യും തോറും ഇക്വിറ്റി ഹോൾഡേഴ്സിന്റെ റിസ്ക് പെർസെപ്ഷൻ കൂടും. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടും എന്നാണ്. വാല്യൂ അല്ല, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഐ തിങ്ക് ഓപ്ഷൻ ബി, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആർ കോൺസ്റ്റന്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വിൽ ഇൻക്രീസ് ബൈ യൂസ് ഓഫ് മോർ ഡെറ്റ് ക്യാപിറ്റൽ. കേട്ടോ, കൂടുതൽ ഡെറ്റ് ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടി ഇതെന്തായിട്ട് നിൽക്കും? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഇവർ പറയുന്നത് കോൺസ്റ്റന്റ് എന്ന് തന്നെയാണ്, നോ ചേഞ്ച് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ എൻ്റെ റീസൺ ആയിട്ട് പറയുന്നതിന് അവർ ആ ഓപ്ഷൻ ബി ആണ് കൃത്യമായിട്ട് അതിൻ്റെ റീസൺ ആയിട്ട് അവർ പറയുന്നു. അതായത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആർ കോൺസ്റ്റന്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വിൽ ഇൻക്രീസ് ബൈ യൂസ് ഓഫ്
മോഡറേറ്റ്. അതായത് എന്ത്, നിങ്ങൾ ഇത്രയും മാത്രം ഓർത്താൽ മതി, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ആകും. മനസ്സിലായോ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെറ്റ് ഓപ്പറേറ്റിംഗ്, ഇതിനകത്ത് കുറേ ഉണ്ട് കേട്ടോ. നെറ്റ് ഇൻകം അപ്രോച്ച് പഠിക്കണം, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച്, അപ്രോച്ച്, ഇവരുടെയൊക്കെ അസംഷൻസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇതെല്ലാം നോക്കി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇപ്പം ഞാൻ അതിൻ്റെ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു നട്ട്ഷെൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, BCG Limited expects annual sales of 4,000 units and formed by the product at rupees 20 per unit. അപ്പോൾ ഒരു യൂണിറ്റ് വാങ്ങിക്കാനായിട്ട് 20 rupees ആണെങ്കിൽ the ordering cost is 40 and carrying cost as a percentage of inventory value is estimated at 10%. സോ ഓർഡറിങ് കോസ്റ്റും ക്യാരിങ് കോസ്റ്റും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇത് EOQ ആണ്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. വാട്ട് ഈസ് ദ ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി? അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ആ ഫോർമുല അപ്ലൈ ചെയ്യാം. EOQ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2CO ഡിവൈഡഡ് ബൈ I. ഇനി ഇതിൽ C എന്താണ്? C ഫോർ ക്യാരിയിങ് കോസ്റ്റ്, O for ordering cost, C for carrying cost അല്ല, C for consumption ആണ് കേട്ടോ. C for consumption, O for ordering cost, I for inventory carrying cost ആണ് കേട്ടോ. inventory carrying cost. ഓക്കെ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ഫോർമുല അഗെയിൻ റൂട്ട് ഓഫ് 2CO ബൈ I, വേർ C എന്ന് പറയുന്നത് കൺസംഷൻ. നമുക്ക് ഫോർമുലയിലുണ്ട് 4,000 ആണ് അവർ കൺസംഷൻ. O for ordering cost is rupees 20, that's also given. I for inventory carrying cost, that is 10% of 20, so 2 rupees എന്ന് പറഞ്ഞിട്ട് വരും. ഇനി ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. 2 into 4,000 into ordering cost will be 20 divided by 2. അപ്പോൾ റൂട്ട് ഓഫ് 1,60,000 ആണെന്ന് തോന്നുന്നു. ഫോർമുല ഒന്ന് നോക്കിക്കോളാം. റൂട്ട് ഓഫ് 1 lakh. അപ്പോൾ ഇത് 4 into 2, 8 into 2, 16. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 400 യൂണിറ്റ്സ് ആണ്. 400 യൂണിറ്റ്സ് ആണ് ആൻസർ. ഈ ഫോർമുല ഒന്നുകൂടെ അപ്ലൈ ചെയ്താൽ മതി. ഓപ്ഷൻസ് എല്ലാം അവിടെ, ഫോർമുല എല്ലാം നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, റൂട്ട് ഓഫ് 2CO ഡിവൈഡഡ് ബൈ I. Read the following statements regarding working capital and select the right answer from the given alternatives. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. With the increase in the length of production cycle, the need for working capital increases. അല്ലേ, പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആ പ്രൊഡക്ഷൻ സൈക്കിൾ നീങ്ങുകയാണെങ്കിൽ, ലെങ്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ് അല്ലേ. ഇപ്പം നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ ഇത് കൂടുകയാണ്, പ്രൊഡക്ഷൻ സൈക്കിൾ നീണ്ടു പോവാണ്, റെന്റ് കൊടുക്കണ്ടേ നമുക്ക് കൂടുതലായിട്ട്, അല്ലെങ്കിൽ അവിടെ ലേബർ കൂടുതലാവില്ലേ? ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ് അല്ലേ. The term financing mix of working capital involves the proportion of long-term or short-term source of finance to invest in current assets. അതായത് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റി എന്നൊക്കെ പറയുന്നത്. ആ വർക്കിംഗ് ക്യാപിറ്റലിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസ് ചെയ്യുന്നത് ഫ്രം ലോങ് ടേം ആയിരിക്കാം, ഷോർട്ട് ടേമും ആയിരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. ബിക്കോസ് ഇപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കും വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ട് ടേം ആയിരിക്കില്ലേ, അപ്പോൾ അത് ഷോർട്ട് ടേം സോഴ്സസ് പോരെ എന്നുള്ളതാണ്. ഇല്ല, വർക്കിംഗ് ക്യാപിറ്റൽ ലോങ് ടേം ഉറപ്പായിട്ടും ലോങ് ടേം ക്യാപിറ്റൽ, അതായത് റിസോഴ്സസിന് നമുക്ക് ലോങ് ടേം തന്നെ വേണം, അതിന് ഷോർട്ട് ടേം ഒരിക്കലും പറ്റില്ല. പക്ഷേ വർക്കിംഗ് ക്യാപിറ്റൽ ക്യാൻ ബി ബോത്ത് റേസ്ഡ് ഫ്രം
എവിടെയാണ് ലോങ് ടേം സോഴ്സസിൽ നിന്നും ഷോർട്ട് ടേം സോഴ്സസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, നമുക്കത് എടുക്കാം എന്നാണ് പറയുന്നത്. ലോങ് ടേം ആണെങ്കിലും ഷോർട്ട് ടേം ആണെങ്കിലും നമുക്കതിൽ നിന്ന് എടുക്കാം എന്നാണ് പറയുന്നത്. ബിക്കോസ് എൻ്റെ റീസൺ എന്തുകൊണ്ടാണ്, എൻ്റെ റീസൺ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ചില സമയത്ത് നമുക്ക് കൂടുതൽ ആ ഒരു പ്രൊഡക്ഷൻ സ്ട്രെച്ച് ചെയ്യും, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരും എന്നുള്ളതാണ്. സോ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 is true and statement 2 is false, സ്റ്റേറ്റ്മെൻറ്റ് 1 is false and statement 2 is true അല്ല, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും അബൌട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ട്രൂ. രണ്ട് ക്യാപിറ്റലും രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? പേ ബാക്ക് മെത്തേഡ് ആണ് കേട്ടോ. പേ ബാക്ക് മെത്തേഡ്, PB മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. പേ ബാക്ക് മെത്തേഡ് ഡിറ്റർമിൻസ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് റിക്വയർഡ് ടു റിക്കവർ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. അത് കറക്റ്റാണ്. പേ ബാക്ക് മെത്തേഡിലൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മണി നമുക്ക് എത്ര വർഷം കൊണ്ടാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്, അതിനെ തന്നെയാണ് നമുക്ക് PB മെത്തേഡ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ അതിൻ്റെ യഥാർത്ഥത്തിൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് പേ ബാക്ക് എന്നാണ് കേട്ടോ. പേ ബാക്ക് മെത്തേഡ് അത് കറക്റ്റാ. ദ ഇന്റർപോളേഷൻ ടെക്നിക് ഈസ് യൂസ് ടു കാൽക്കുലേറ്റ് IRR. ഇതൊക്കെ നമ്മൾ ആ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആ ഓരോരോ മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ആ പ്രോബ്ലംസും സൊല്യൂഷൻസും ഒക്കെ നമ്മളത് കണ്ടുപിടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവൂ. IRR, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഹിറ്റ് ആൻഡ് റൺ പോലെ നമ്മൾ അറിഞ്ഞുകൂടാത്ത എന്താണ് ഇന്റർപോളേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നു, അറിഞ്ഞുകൂടാത്തതിൽ നിന്ന് നോൺ ടു അല്ലെ അൺനോൺ ടു നോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോരോ പെർസെൻറ്റേജ് ഇട്ട് കണ്ടുപിടിച്ച് NPV 0 ആക്കി എടുക്കുന്നതാണ്. ദിസ് സെന്റൻസ് ഈസ് ഓൾസോ റൈറ്റ്. NPV is net present value method is used to evaluate varying sized project. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. PI profitability index method is used to evaluate mutually exclusive project അല്ല, ഇൻഡിപെൻഡന്റ് പ്രോജക്റ്റ് ആണ്. സോ ഈ തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എനിക്കത് തെറ്റാണെന്ന് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ആ മെത്തേഡുകളെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ. NPV മെത്തേഡ് എന്താണ്, സെയിം വരുന്ന വാരിയിങ് സൈസ്ഡ് പ്രോജക്റ്റ് അല്ല. ഓക്കെ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് എന്ന് പറയുന്നതും ഇൻഡിപെൻഡന്റ് പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതെന്താണ് ഇൻഡിപെൻഡന്റ് പ്രോജക്റ്റ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ് എന്താണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ ഈ ക്വസ്റ്റ്യന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് 2 സെന്റൻസസ് ഓക്കെ. സോ ഇതിൻ്റെ ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ only statements 3 and 4 are true അല്ല, അതല്ല. only statement 1 and 2 are true. only statement 1, 3 no. only statements 1, 2, 3 no. so option, correct option, appropriate option എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. only statement 1 and 2 are true എന്നുള്ളതാണ് കേട്ടോ. According to Walter model, share value will be maximum at 100% payout ratio എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വോൾട്ടർ നമ്മൾ നേരത്തെ നോക്കി, ഡിവിഡൻഡ് പോളിസിയിൽ നമ്മൾ വാൾട്ടേഴ്സ് മോഡൽ നോക്കി, ഗോർഡൻ മോഡൽ നോക്കി, മോഡൽ നോക്കിയതാണ്. ആ വോൾട്ടർ തന്നെയാണ് ഇവിടെ. ജെയിംസ് വോൾട്ടർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഡിവിഡൻഡ് ഡിസിഷൻസ് വിൽ അഫക്ട്സ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വാല്യൂ ഓഫ് ദ ഫേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ഫേമുകളെയൊക്കെ 3 ആയിട്ട് ക്ലാസിഫൈ ആണ്. ആ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അതായത് റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ, നമ്മൾ 100 രൂപ ബിസിനസ്സിൽ ചിലവാക്കിയാൽ നമുക്ക് കിട്ടുന്ന ആ 110 രൂപയായിട്ട് കിട്ടുമെങ്കിൽ അവർ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 10%. പക്ഷേ ആ 100 രൂപ കിട്ടാൻ നമ്മൾ എത്ര ഇൻട്രസ്റ്റ് കൊടുക്കണം? ആ ഇൻട്രസ്റ്റ് 8% എങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മനസ്സിലായോ? ഈ രണ്ട് സംഭവങ്ങളും പിടികിട്ടിയോ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് ആ 100 രൂപ ഒരാളുടെ നമുക്ക് കിട്ടണം. നമ്മൾ പറയണ ഒരു നാളെ തരാം, ആനുവലി ആണ് ഇൻട്രസ്റ്റ് ഒക്കെ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ നാളെ തരാം. നിങ്ങൾക്ക് ഇന്ന് വൈകിട്ട് ആ ബിസിനസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 10% കിട്ടും. അപ്പോൾ രാവിലെ ഒരാളുടെ 100 രൂപ തന്നേ, നാളെ വൈകിട്ട് നിങ്ങൾക്ക് 110 ആയിട്ട് തിരിച്ചു തരാം എന്ന് പറയാണ്. നിങ്ങൾക്ക് ആ ബിസിനസ് ചെയ്തിട്ട് 110 രൂപയാണ് കിട്ടിയത് എങ്കിൽ
ആണ് ഈ രണ്ട് സംഭവങ്ങളുമാണ്. അതായത് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള ലോണ് കിട്ടുന്നിടത്തുനിന്ന്, അത് ഇക്വിറ്റി ഷെയറോ ഡിവിഡൻഡോ എവിടെ നിന്ന് വേണമെങ്കിലും അത് വന്നോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കേണ്ടുന്ന കോമ്പൻസേഷൻ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും വെച്ചിട്ട്, റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും വെച്ചിട്ട് വോൾട്ടർ പറയുന്നത് there are 3 types of firms. ഒന്ന്, rate of return is greater than cost of capital. ഇതിനെ നമ്മൾ growth firms എന്ന് പറയും കേട്ടോ. ഇതിനെ നമ്മൾ growth firms എന്ന് പറയും. growth firms. ഇനി rate of return is less than cost of capital. റേറ്റ് ഓഫ് റിട്ടേൺ ഇല്ല, അതിനെ നമ്മൾ ഡിക്ലൈൻ ഫോംസ് എന്ന് പറയും. ഡിക്ലൈൻ ഫോംസ് അല്ലേ? നമുക്ക് ആ പൈസ കിട്ടിയിട്ട് ബിസിനസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ആ പ്രോഫിറ്റ് എടുത്ത് കൊടുത്താൽ പോലും ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഹിയർ ആർ ഇസ് ലെസ് ദാൻ കെ എന്ന് പറയുന്നത്, അല്ലെ കെ ഇസ് ഗ്രേറ്റർ ദാൻ ആർ എന്ന് പറയുകയാണ്. ഇതിനെ ഡിക്ലൈൻ ഫോം എന്ന് പറയുന്നത്. ഇനി ബോത്ത് റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആർ ഈക്വൽ. ഇത് നോർമൽ ഫേംസ് എന്നാണ് അറിയപ്പെടുന്നത്. നോർമൽ ഫേംസ്, അതായത് വോൾട്ടർ മൊത്തത്തിലുള്ള ഫേം അല്ലെങ്കിൽ ആ ഒരു ഫേംസിനെ ഡിവിഡൻഡ് കൊടുക്കേണ്ടുന്ന കമ്പനീസിനെ 3 ആയിട്ട് തരംതിരിക്കുന്നു. റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺ ഉള്ള ഫേമുകളെ ഗ്രോത്ത് ഫേംസ് എന്ന് പറയുന്നു. റേറ്റ് ഓഫ് റിട്ടേൺ കുറവായിട്ടുള്ള, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും റേറ്റ് ഓഫ് റിട്ടേൺ കുറവായിട്ടുള്ളതിനെ ഡിക്ലൈൻ ഫേമുകൾ എന്ന് പറയുന്നു. ബോത്ത് റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അത് ഈക്വൽ ആയിട്ടുള്ളതിനെ നോർമൽ ഫേം എന്നും പറയുന്നു. ഈ 3 ഇനി വോൾട്ടർ പറയുന്നു നിങ്ങൾ എങ്ങനെയാണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. നിങ്ങളൊരു ഗ്രോത്ത് ഫേം ആണെങ്കിൽ നിങ്ങൾ 1 രൂപ പോലും ഡിവിഡൻഡ് കൊടുക്കരുത്. അവർ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ വിൽ ബി 0%. ബിക്കോസ് നിങ്ങൾ ഡിവിഡൻഡ് കൊടുക്കുന്നതും കൂടെ നിങ്ങൾ ഇപ്പം കൊടുക്കാതെ ബിസിനസ്സിനകത്തിട്ട് ഓടിച്ചാൽ, മനസ്സിലായോ, ബിസിനസ്സിൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും അല്ലേ? ഡിവിഡൻഡ് ആയിട്ട് കൊടുത്താൽ ഷെയർ ഹോൾഡേഴ്സ് കൊണ്ട്, അപ്പോൾ അവർക്ക് ഒരിക്കലും കൊടുക്കരുതെന്നല്ല, ആ പർട്ടിക്കുലർ പോയിന്റിൽ കൊടുക്കാതെ ആ പൈസയും കൂടെ ബിസിനസ്സിൽ റീഇൻവെസ്റ്റ് ചെയ്താൽ ഇപ്പൊ ബിസിനസ്സിന് നല്ല റിട്ടേൺ അല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും റിട്ടേൺ അല്ലേ, ഗ്രോത്ത് സ്റ്റേജിലല്ലേ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഗ്രോത്ത് ഫേം എന്ന് വിളിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലല്ലേ. അപ്പൊ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 0 ആയിട്ട് നിർത്തുക എന്നുള്ളതാണ്. ഇനി റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ലെസ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ അത്ര പോലും നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ ആണെങ്കിൽ നിങ്ങൾ 1 രൂപ പോലും ബിസിനസ്സിൽ റിട്ടേൺ ചെയ്യരുത്. മുഴുവൻ പൈസ എടുത്ത് ആർക്ക് കൊടുത്തോണം? ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തോണം എന്നാണ്. അപ്പോൾ അവർ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈസ് 100%. 1 രൂപ പോലും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല, മൊത്തവും പൈസ എടുത്ത് ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു. ഇനി നിങ്ങളുടെ ബോത്ത് റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കൊടുത്തോളൂ ഡിവിഡൻഡ്, പ്രശ്നമില്ല എന്നാണ് ആര് പറയുന്നത്? വോൾട്ടറിന്റെ കോൺസെപ്റ്റ് ആണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ തോന്നുന്നു, ഒരിക്കലും ഡിവിഡൻഡ് കൊടുക്കരുതെന്നാണോ, അല്ലെങ്കിൽ ഒരിക്കലും ഡിവിഡൻഡ് ഫുള്ള് കൊടുക്കുക, അങ്ങനെയൊന്നും അല്ല കേട്ടോ പറയുന്നത്. ആ പർട്ടിക്കുലർ പോയിന്റിൽ എങ്ങനെ ഡിവിഡൻഡ് മാനേജ് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ഗ്രോത്ത് ഫേമിനാണെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 0, ഡിക്ലൈൻ ഫേം ആണെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 100%, നോർമൽ ഫേം ആണെങ്കിൽ എനി ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് പോളിസി, നൺ ഓഫ് ദീസ്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. വോൾട്ടർ മോഡലിലെ ഷെയർ വാല്യൂ വിൽ ബി മാക്സിമം അറ്റ് 100% ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. 100% ആണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എങ്കിൽ എന്താണ്? റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. കണ്ടോ, അവിടെ ആർ ലെസ് ദാൻ കെയിലുള്ളപ്പോഴാണ് റേറ്റ് ഓഫ് റിട്ടേൺ കുറഞ്ഞ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടും കുറയുന്ന സമയത്താണ് റേറ്റ് ഓഫ് റിട്ടേൺ 100% ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ വരും. ഇത് പറഞ്ഞില്ലേ, ഇതിനകത്തിൽ ഈ ഡിവിഡൻഡ് പോളിസീസ്, വോൾട്ടറിൻ്റെ മോഡല്, ഗോർഡൻ്റെ മോഡല്, മോഡല്, ഇതൊക്കെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ എല്ലാം കൂടെ നിങ്ങൾക്ക് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് ഒരു ഐഡിയ കിട്ടിയാൽ ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവുള്ളൂ കേട്ടോ. Which among the following is not a short cost in cash management? Short cost അല്ലാത്തത്, നോട്ട് എ ഷോർട്ട് കോസ്റ്റ്. ഇവിടെ ഷോർട്ട് കോസ്റ്റ് എന്ന് ഉദ്ദേശിച്ച ടൈമിൻ്റെ ഇതിൽ മാത്രമല്ല, ഒരു കണ്ടിന്യൂസ് കോസ്റ്റ്, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇമ്പാക്റ്റ് ഉള്ള കോസ്റ്റ്, അതായത് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്നുള്ള രീതിയിലുമല്ല.
നമുക്ക് എപ്പോഴും ഇതിനകത്തുള്ള ഒരു ഇമ്പാക്റ്റ് വരുന്നത് നോട്ട് എ ഷോർട്ട് കോസ്റ്റ് എന്ന് വെച്ചാൽ എപ്പോഴും ഒരു കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ടു ആൻഡ് ഫ്രോ നമ്മുടെ ആ ഡിസിഷൻസിനെ ബാധിക്കുന്ന കോസ്റ്റ് ഏതാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ബോറോയിങ് കോസ്റ്റ്, ദാറ്റ് യു നോ. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, ഇക്വിറ്റി ഷെയർസ് വാങ്ങിക്കുന്നു, ഡിബഞ്ചേഴ്സ് വാങ്ങിക്കുന്നു, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ തന്നെയാണ് ഇവിടെ ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കടം വാങ്ങിക്കുമ്പോൾ കൊടുക്കേണ്ടുന്ന ഇൻട്രസ്റ്റ്, അതാണ് ഇൻട്രസ്റ്റ് ആണ് ബോറോയിങ് കോസ്റ്റ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് ലൈക്ക് നമ്മൾ ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഇതൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോഴും വാങ്ങിക്കുമ്പോഴും ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഒക്കെ ഉള്ള കോസ്റ്റാണ് ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് റേറ്റിംഗ് കോസ്റ്റ്, നമ്മുടെ എത്രത്തോളമാണ് ആ കമ്പനിയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് എന്നുള്ളത്. ക്രെഡിറ്റ് റേറ്റിംഗ് കമ്പനി നമുക്ക് വേണ്ടിയിട്ട് ക്രെഡിറ്റ് റേറ്റ് ചെയ്യും. അതിന് ക്രെഡിറ്റ് റേറ്റിംഗ് കമ്പനീസിന് കൊടുക്കുന്നതാണ് ക്രെഡിറ്റ് റേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മാത്രമേ വരുള്ളൂ. ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിലേ ട്രാൻസാക്ഷൻ കോസ്റ്റ് വരുള്ളൂ, ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ടെങ്കിലേ ക്രെഡിറ്റ് റേറ്റിംഗ് കോസ്റ്റ് വരുള്ളൂ, ബോറോയിങ് കോസ്റ്റ് ഉണ്ടെങ്കിലേ ബോറോയിങ് ഉണ്ടെങ്കിലേ ബോറോയിങ് കോസ്റ്റ് വരുള്ളൂ. സോ വിച്ച് ഇസ് നോട്ട് എ ഷോർട്ട് കോസ്റ്റ്. ഇവിടെ ഷോർട്ട് കോസ്റ്റ് എന്ന് നോട്ട് എ ഷോർട്ട് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് ഇമ്പാക്റ്റ് ആണ് കേട്ടോ, കണ്ടിന്യൂസ് ഇമ്പാക്റ്റ് ആണ്. സോ ദാറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. നമ്മൾ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്രയാണ്, ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യാതെ ഇപ്പോൾ സപ്പോസ് ഒരു മെഷീൻസ് വാങ്ങണം, ആ മെഷീനിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് വാങ്ങിക്കാതെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയാൽ ആ പൈസയ്ക്ക് നമ്മൾ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര കിട്ടും. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എപ്പോഴും ഒരു ക്രൈറ്റീരിയനാണ്. മാനേജറിയൽ ഡിസിഷന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു ക്രൈറ്റീരിയനാണ് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. Which of the following is not a part of credit terms during receivables management decisions? Receivables എന്ന് വെച്ചാൽ ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾസ് പോലുള്ള അതിനെയാണ് റിസീവബിൾസ് എന്ന് പറയുന്നത്. ഡെറ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾസിനാണ് കേട്ടോ പറയുന്നത്. അതിനകത്തിലെ ക്രെഡിറ്റ് ടേംസിൽ വരാത്തത് എന്താണ്? ഇതിനകത്തിലെ ഒരു സാധനം മാത്രം ക്രെഡിറ്റ് ടേംസിൽ വരില്ല. നമ്മളിപ്പോൾ കടം ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി കടം ചോദിക്കുകയാണ്. അപ്പോൾ കടം ചോദിക്കുമ്പോഴത്തേക്കും അതിന് എത്ര ഇൻട്രസ്റ്റ്, എപ്പോൾ തരും എന്നൊക്കെ ഉള്ളതല്ലേ നമ്മൾ ക്രെഡിറ്റ് ടേംസ്. അത് കുറച്ചുകൂടി കമ്പനിയിലേക്ക് ആകുമ്പോൾ ഇതിനകത്തിൽ എന്തൊക്കെയാണ് വരേണ്ടത്? ആദ്യം ക്രെഡിറ്റ് പീരീഡ്. നമ്മൾ ഫസ്റ്റ് ഒരു കാര്യം ചോദിക്കുമ്പോൾ ഇത്ര രൂപ വേണം, എപ്പോൾ തരാം എന്നല്ലേ നമ്മൾ പറയുള്ളൂ. സോ ക്രെഡിറ്റ് പീരീഡ് ഈസ് ഇൻ, അതിനകത്തിൽ വരും. കളക്ഷൻ പോളിസി അവിടെ നിൽക്കട്ടെ. ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ പറയും. ഇപ്പോൾ ഡിസ്കൗണ്ടോടുകൂടി ഇപ്പം ചില കടകളിലൊക്കെ പോകുമ്പോഴേ ഒരു സാധനത്തിൻ്റെ വില 110 രൂപയായിരിക്കും അല്ലേ. അപ്പം പറയാണ് നിങ്ങളിത് 10 എണ്ണം എടുത്താൽ 10 എണ്ണം ഒരുമിച്ച് ക്യാഷായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 രൂപ വെച്ച് കുറച്ച് തരാം, നിങ്ങൾക്ക് സാധനം നിങ്ങൾ 110 തരണ്ട, 100 തന്നാൽ മതി എന്ന് പറയും. 100 തന്നാൽ മതി എന്ന് പറയും അല്ലേ. അപ്പോൾ അതിനെയാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ആ ക്യാഷ് ഡിസ്കൗണ്ടും ക്രെഡിറ്റ് പോളിസിയായിട്ട് ബന്ധമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇത് ഒരിക്കലും ക്രെഡിറ്റിനാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടില്ല അല്ലേ. അപ്പം സോ ഉറപ്പായിട്ട് നമുക്ക് പെട്ടെന്ന് തോന്നാം ക്യാഷ് ക്രെഡിറ്റുമായിട്ട് ബന്ധമില്ല. പക്ഷെ ക്യാഷ് ഡിസ്കൗണ്ട്, ഇഫ് ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് അവൈലിംഗ്, ക്രെഡിറ്റ് ഈസ് നോട്ട് അലൗഡ്. അപ്പോൾ ക്രെഡിറ്റ് പോളിസിക്കകത്ത് അത് വരും. ക്യാഷ് ഡിസ്കൗണ്ട് പീരീഡ്, ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുള്ളതുകൊണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് പീരീഡും അതിനകത്തിൽ വരും. സോ ഇതിനകത്തിൽ വരാത്തത് കളക്ഷൻ പോളിസിയാണ്. ആരെ വിട്ടാണ് കളക്ട് ചെയ്യുന്നത്, അത് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് കളക്ട് ചെയ്യുന്നത് എന്നുള്ള കളക്ഷൻ പോളിസി ഒരിക്കലും നിങ്ങൾ കടം വാങ്ങിക്കുമ്പോൾ ആ കളക്ഷൻ പോളിസി ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു ക്രെഡിറ്റ് ടേംസിൻ്റെ ഭാഗമായിട്ട് വരില്ല. മനസ്സിലായോ? അപ്പോൾ അതിനകത്തുള്ള ആൻസർ എന്ന് പറയുന്നത് കളക്ഷൻ പോളിസിയാണ്. Which of the following are assumptions of MM approach to dividend decisions? അപ്പോൾ MM അപ്രോച്ച് ഞാൻ പറഞ്ഞു എൻ്റെ ഡിവിഡൻഡ് ഡിസിഷനിലേക്ക് വരികയാണ്. അവർ തിയറി ഓഫ് ഇറിലവൻസ് ആണ്. അപ്പോൾ അവർ പറയുന്ന അപ്പോൾ അതിൻ്റെ ആ തിയറി എടുത്ത് വെച്ച് നോക്കുക എന്നുള്ളതാണ് അവർ പറയുന്ന അസംപ്ഷൻസ്. ദർ ഇസ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് അവർ പറയുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ, ഇൻവെസ്റ്റേഴ്സ് ബിഹേവ് റാഷണൽ പറയുന്നുണ്ട്. ദർ ഈസ് നോ ഫ്ലോട്ടേഷൻ കോസ്റ്റ് പറയുന്നുണ്ട്. ദർ ഈസ് നോ കോർപ്പറേറ്റ് ടാക്സ് പറയുന്നുണ്ട്. ഈ 4 അസംപ്ഷൻസും മോഡിഗ്ലാനി ആൻഡ് മില്ലർ അപ്രോച്ചിനകത്തിൽ വരുന്നത് തന്നെയാണ്. സോ ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. അപ്പോൾ ഇത് അറിയണമെങ്കിൽ ഇതുമല്ല ഇനിയും പറയുന്നുണ്ട്, ഒരു 4, 7, 8 അസംപ്ഷൻസ് മോഡിഗ്ലാനി പറയുന്നുണ്ട്.
ഇനി പറയുന്നത് എ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഈസ് പ്ലാൻ ടു ഫയൽ ഹിസ് ഇൻകം ടാക്സ് റിട്ടേൺ for the financial year 23-24 on 10/7/2024. Which of the following is correct? അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ 23-24 on 10/7/2024 നിങ്ങളോട് ഇതിന് താഴെ പറയുന്ന ഏതാണ് പ്രീവിയസ് ഇയറും അസസ്മെന്റ് ഇയറും ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. ഫയൽ ചെയ്ത ഡേറ്റ് എടുക്കണം 10/7/24. ഇതിന് തൊട്ട് മുമ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇയർ എടുത്താൽ മതി. ദാറ്റ്സ് യുവർ പ്രീവിയസ് ഇയർ. അതായത് ഈ ഡേറ്റിന് മുമ്പ് കംപ്ലീറ്റ് ആയ, ഇപ്പോൾ ഫൈനാൻഷ്യൽ ഇയർ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? 1/4 അല്ലേ? 1st of April to 31st March ആണ് എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് 1st മാർച്ചിൽ തുടങ്ങി 31st മാർച്ചിൽ തീരുന്നതാണ്. ഇനി ഈ ഡേറ്റിന് മുമ്പ് കംപ്ലീറ്റ് ആയത് എപ്പോഴായിരിക്കും? ഈ ഡേറ്റിന് മുമ്പ് കംപ്ലീറ്റ് ആയത് 10/7 അപ്പൊ ആ മാർച്ച് 2024 മാർച്ചിൽ എൻഡ് ചെയ്തില്ലേ? അപ്പൊ ആ 24 തീരണമെങ്കിൽ എപ്പോ തുടങ്ങണം? 2023. ഓക്കെ, സോ അവർ പ്രീവിയസ് ഇയർ കിട്ടി 2023-4. കണ്ടോ, അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ? അസസ്മെന്റ് ഇയർ ഒബ്വിയസ്ലി നെക്സ്റ്റ് ഇയർ 24-25, അതായത് 1st April 24 to 31st March 2025. സോ ഓപ്ഷൻ നോക്കിക്കേ, 22-23 അല്ല, 23-24 ആൻഡ് അസസ്മെന്റ്. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. പ്രീവിയസ് ഇയർ 23-24, അസസ്മെന്റ് ഇയർ 24-25. ഒരിക്കലും ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരില്ല. 23-24 ആണ് പ്രീവിയസ് ഇയർ എങ്കിൽ അസസ്മെന്റ് ഇയർ 24-25 തന്നെ ആയിരിക്കും. അടുത്ത 24-25 പ്രീവിയസ് ഇയർ ആകുമ്പോൾ അസസ്മെന്റ് ഇയർ 25-26 ആകും. ഓക്കെ, സോ ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. പ്രീവിയസ് ഇയർ 2023-24 ആൻഡ് അസസ്മെന്റ് ഇയർ ഈസ് 24-25. Which of the following is not an exempted income? ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 10 എക്സംപ്റ്റഡ് ഇൻകംസിന് അതിൽ പറയുന്നത്. ആ സെക്ഷൻ 10 അകത്തിലുള്ള എന്തൊക്കെയാണ്? ഒന്ന് അതിനകത്തിൽ ഇല്ലാത്ത ഒരു ഓഡ് വൺ ഔട്ട് പോലത്തെ ഒരു സംഭവമാണ്. ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഈസ് എക്സംപ്റ്റഡ്, അത് എക്സംപ്റ്റഡ് തന്നെയാണ്. ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ബൈ എ റിട്ടയറിംഗ് എംപ്ലോയി, അത് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. ഇനി നോൺ ഗവൺമെന്റ് ആണെങ്കിൽ അക്കോർഡിംഗ് ടു സം സർട്ടൻ പ്രൊവിഷൻസ് ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്, അതും എക്സംപ്റ്റഡ് തന്നെയാണ്. ആദ്യത്തതും എക്സംപ്റ്റഡ് ആണ്. സം അഷ്യൂർഡ് റിസീവ്ഡ് ഫ്രം എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, അത് പണ്ടേ എക്സംപ്റ്റഡ് തന്നെയാണ് കേട്ടോ. ലൈഫ് ഇൻഷുറൻസ് ആയിട്ട് കിട്ടുന്ന ആ ഒരു സം അഷ്യൂർഡ്, ആ ഒരു എന്താണ് ഫുൾ ഒരു ടോട്ടൽ മണി എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആണ്. ബോണസ് റിസീവ്ഡ് ബൈ എംപ്ലോയീസ് ഈസ് നോട്ട് എക്സംപ്റ്റഡ്. അത് വേണമെങ്കിൽ ഡിഡക്ഷൻസ് അല്ലെങ്കിൽ എന്താ പറയുക എക്സംഷൻസ് ഉണ്ടാവാം, പക്ഷെ ബോണസ് എന്ന് പറയുന്നത് ഫുള്ളി ടാക്സബിൾ ആണ്. ഇറ്റ് ഈസ് നോട്ട് സബ്ജക്റ്റഡ് ടു എക്സംഷൻ. സോ ഇതിനകത്തിൽ എക്സംപ്റ്റഡ് ഇൻകം അല്ലാത്തത് ബോണസ് റിസീവ്ഡ് ബൈ ദ എംപ്ലോയീസ്. Okay, which of the following statement is incorrect with regard to the deduction under old regime of income tax? ഇതിനകത്തില് ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. മാക്സിമം amount allowed as deduction interest on housing loan for an individual is 2 lakhs. അതായത് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റുക 2 lakhs ആണ്. Maximum amount allowed as deduction under section 80C is 1,50,000. Then voluntary contribution to NPS up to 1 lakh, not 1 lakh, 1,50,000 ആണ് deductible under section 80. So statement 3 is wrong. Statement 1 ഉം 2 ഉം correct ആണ്. Statement 3 wrong ആണ് കേട്ടോ. Statement 1 is incorrect, അതല്ല. Statement 2 is incorrect അല്ല. Statement 3 is incorrect. Statement 3 is incorrect. All statements are incorrect അല്ല. ബാക്കി 1 and 2 is true. Statement 3 is wrong.
Which of the following statement are true in respect of direct tax in India? അതായത് ഡയറക്റ്റ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ എന്തൊക്കെയാണ് താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ട്രൂ എന്ന് പറയും. The levy and collection of direct tax is entrusted to the CBDT, Central Board of Direct Taxes. അവരല്ല ടാക്സ് പിരിക്കുന്നതെന്നല്ല, ഈ ഫ്രെയിംസ് ടാക്സിൻ്റെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് അപ്ഡേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് അതോറിറ്റി ഇരിക്കുന്നത് CBDT-യിലാണ്. CBDT meant for Central Board of Direct Taxes. CBDT, Central Board of Direct Taxes. That's right. അത് കറക്റ്റ് ആണ്. The rate and slab of income tax will be fixed and amended as per Finance Act. That's true. Income Tax Actലല്ല ഇൻകം ടാക്സിന്റെ റേറ്റും സ്ലാബും ഫിക്സ് ചെയ്യുന്നത്. അത് നമ്മളത് വേണമെങ്കിൽ വെട്ടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റും സ്ലാബും ഇൻകം ടാക്സ് ആക്ട് അല്ലേ, ഫൈനാൻസ് ആക്ട് അല്ലല്ലോ, അല്ല. നമ്മൾ ആ റേറ്റും സ്ലാബും തരുന്നത് ആര് തന്നെയാണ്? ആനുവൽ ഫൈനാൻസ് ആക്ടിലാണ് നമുക്ക് എന്ത് തരുന്നത്? റേറ്റും സ്ലാബുകളും റേറ്റ്സ് ഓഫ് ഇൻകം ടാക്സ് നമുക്ക് തരുന്നത്. പ്രോഗ്രസീവ് സിസ്റ്റം ഓഫ് ടാക്സേഷൻ ഈസ് ഫോളോഡ് ഫോർ ദ ഇൻകം ടാക്സ്. എന്താണ് പ്രോഗ്രസീവ് സിസ്റ്റം ഓഫ് ടാക്സേഷൻ? പ്രോഗ്രസീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 രൂപയുള്ള ഒരാൾ അടയ്ക്കുന്ന പെർസെൻറ്റേജ് ഓഫ് ടാക്സ് അല്ല 200 രൂപയുള്ള ഒരാൾ അടയ്ക്കുന്നത്. അയാൾ അടയ്ക്കേണ്ടുന്ന പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് അല്ല കേട്ടോ. എമൗണ്ട് ഇപ്പം കൂടുതൽ വരുമ്പോൾ സെയിം പെർസെൻറ്റേജ് ആണെങ്കിൽ ആ എമൗണ്ടിൻ്റെ അല്ല, ഇത് കൂടുതൽ ഇൻകം കൂടുന്തോറും ഹയർ പെർസെൻറ്റേജ് ഓഫ് ടാക്സ് റേറ്റ് അടയ്ക്കണം. ഇപ്പം 100 രൂപ കിട്ടുന്ന ആൾ 10% അടച്ചാൽ മതിയെങ്കിൽ 200 രൂപ കിട്ടുന്ന ആൾ അവിടെ ഒരു പക്ഷേ 20% അടയ്ക്കേണ്ടി വരും. അപ്പം അതിനെയാണ് പ്രോഗ്രസീവ് സിസ്റ്റം ഓഫ് ടാക്സേഷൻ ഈസ് ഫോളോഡ് ഫോർ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് സെന്റൻസ് ഈസ് ഓൾസോ ട്രൂ. അതും ട്രൂ ആണ്. ഇൻകം ടാക്സ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 1971 എന്നാണ് പറയുന്നത്. ദാറ്റ്സ് റോങ്. ഇറ്റ് ഈസ് പാസ്ഡ് ഇൻ 1961. 71 അല്ല, 61 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 4 ആണ്. 1, 3, 4 ആർ ട്രൂ അല്ല, 4 ട്രൂ അല്ല. സ്റ്റേറ്റ്മെന്റ് 1, 3, 4 ആർ ട്രൂ അല്ല. സ്റ്റേറ്റ്മെന്റ് 1, 3, 4 ആർ ട്രൂ അല്ല. സ്റ്റേറ്റ്മെന്റ് 1, 2, 3 ആർ ട്രൂ. ഇതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 1, 2, 3 ആർ ട്രൂ ആൻഡ് 4 ഇസ് നോട്ട് റൈറ്റ്. Which of the following is the correct response with respect to residential status of an individual as a resident in India? ഇതിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിൽ ഇതിൻ്റെ താഴെ പറഞ്ഞിരിക്കുന്നതിൽ കറക്റ്റ് റെസ്പോൺസ് ഏതാണെന്നുള്ളതാണ്. അതിനും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ അറിയണം, അതിനകത്തുള്ള ഡേയ്സ് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും പറയാം, ഇത് ബേസിക് കണ്ടീഷൻ എ ആണ് കേട്ടോ. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. റിസൈഡ്സ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് നോട്ട് ലെസ് ദാൻ 181 ഡേയ്സ്. 180, ചിലയിടത്ത് 182 പറയും. ഇൻ ദ റിലവൻറ്റ് പ്രീവിയസ് ഇയർ. ഇത് കറക്റ്റ് ആണ്. റിസൈഡ്സ് ഇൻ ഇന്ത്യ ഫോർ എ മിനിമം ഓഫ് പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് മാത്രം. ആദ്യം പറഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടാവണം, റെസിഡന്റ് ആവണമെങ്കിൽ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് മതി. പിന്നെ അതിന് തൊട്ട് മുമ്പിലുള്ള 4 വർഷം എല്ലാം കൂടി കൂട്ടുമ്പോൾ 365 ഡേയ്സ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ്. കണ്ടോ, പ്രിസീഡിങ് പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുമ്പിലത്തെ 4 വർഷം എടുക്കുമ്പോൾ 365 ഡേയ്സ് ഉണ്ടാകുന്ന രീതി. അപ്പോൾ ഇത് ഓപ്ഷൻ ബി. അപ്പോൾ ആ റെസിഡന്റിന്റെ സ്റ്റാറ്റസിനകത്തിൽ പറയുന്നത് ഇഫ് ആൻ അസസി സാറ്റിസ്ഫൈസ് എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ. എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഹി വിൽ ബി റെസിഡന്റ് എന്നാണ് പറയുന്നത്. അപ്പം അത് തന്നെയാണ് ബോത്ത് എ ആൻഡ് ടുഗദർ ആർ റിക്വയർഡ്. ഇതല്ല എന്താണ്, എയ്തർ എ ഓർ ബി ഈസ് ടു ബി ഫുൾഫിൽഡ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ്. അതായത് എ അല്ലെങ്കിൽ ബി എന്ത് ചെയ്യുക, ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായി? ഓപ്ഷൻ എ ഓർ ബി. Which of the following is wrong with regard to income tax return 1? അതായത് അതിനെ സഹജ് എന്നാണ് പറയുന്നത്.
സരൾ സുഖം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണ് ഹിന്ദി ടെർമിനോളജി പ്രകാരമാണ്. ഇൻകം ടാക്സ് 1 ഇതിൽ ആർക്കാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് റോങ് വിത്ത് റിഗാർഡ്, അതായത് ഇൻകം ടാക്സ് 1 ആർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ നമ്പർ 1 ആയിട്ട് ബന്ധപ്പെട്ടിട്ട് റോങ് ആയിട്ടുള്ളതാണ്. ITR 1 is applicable for person having business income. റോങ്. ബിസിനസ് ഇൻകത്തിന് ITR നമ്പർ 1 അല്ല. അടുത്ത സെന്റൻസ് നോക്കാം. ITR can be filed in the total income does not exceed 50 lakhs. That true. അത് കറക്റ്റ് ആണ്. ITR can be used if agricultural income does not exceed 5,000. That's also true. ITR 1 can be used if the individual does not have more than one house. Yes, more than one house ഉണ്ടെങ്കിൽ ITR മാറും. ഇതല്ല. So this also true. If business income ഉള്ളവർക്ക് ITR 1 അല്ല, ITR 2 ആണ്. അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? Which of the following is wrong? So option A is wrong. ബാക്കി B, C, D മൂന്നും റൈറ്റ് ആണ്. Which of the following statements are true with regard to the deduction under section chapter 6A? Chapter 6A പ്രകാരം എന്തൊക്കെയാണ്? ഇതൊക്കെ ഡിഡക്ഷൻസിനകത്തിൽ വരുന്നതാണ്. ടാക്സിൻ്റെ കംപ്ലീറ്റ് പാക്കേജ് പറയുമ്പോഴേ നമുക്ക് ഇതൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ റൂൾസ് ആണ്. ചാപ്റ്റർ 6A ഏതൊക്കെ വരുന്നുണ്ട്? 80E deals with the interest of education loan. That's true. Health insurance premium of 25,000 allowed is section 80D. That's also true. 80G chapter 6A ആയിട്ട് കണക്ഷൻ ഇല്ല. It is production on donation paid in cash up to 2 lakhs എന്ന് പറയുന്നത്. This is wrong. So statement 1 and 3 are true അല്ല. Statement 1 and 3 are true അല്ല. 1 and 2 are true. So option 1ഉം 2ഉം ആണ് correct. 3 is not right. Identify wrong statement from the following ആണ്. Next, income tax deducted by the employer from the salary of employees is called TDS. കറക്റ്റ് ആണല്ലോ. അതായത് നമുക്ക് സാലറി തരുമ്പോൾ നമ്മുടെ എംപ്ലോയർ നമ്മുടെ ടാക്സ് എടുത്തിട്ട് നമുക്ക് തരുന്നതിനാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അത് കറക്റ്റ് തന്നെയാണ്. Income tax paid by the assessee after the assessment is called advance tax. No, that's not right. Income tax deducted by the bank from the interest income of a customer is called TCS. അതായത് ടാക്സ് കളക്റ്റഡ് ഫ്രം ദ സോഴ്സ്. അതായത് ഈ ബാങ്കിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് തരുമ്പോൾ ആ ഇൻട്രസ്റ്റിൽ നിന്ന് അവർ കളക്ട് ചെയ്തിട്ടേ ബാക്കി തരുള്ളൂ. അത് TCS ആണ്. കറക്റ്റ് ആണ്. സെൽഫ് അസസ്മെന്റ് ടാക്സ് ഇസ് പ്രിപ്പയർഡ് ബൈ ദ അസസി ഇൻ അഡീഷൻ ടു നമ്മൾ ഇന്ന് TDSഉം TCSഉം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അടയ്ക്കുന്നതിനെയാണ് സെൽഫ് അസസ്മെന്റ് ടാക്സ് പെയ്ഡ് എന്ന് പറയുന്നത്. ഇവിടെ അസസ്മെന്റിന് മുമ്പ് അടയ്ക്കുന്ന ടാക്സുകളെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? അഡ്വാൻസ് ടാക്സ് എന്ന് പറയും കേട്ടോ. ഇൻകം ടാക്സ് പെയ്ഡ് ബൈ ദ അസസി ആഫ്റ്റർ തെറ്റിപ്പോയി. ആഫ്റ്റർ എന്നല്ല പറയേണ്ടത്. ബിഫോർ ദ അസസ്മെന്റ് ഈസ് കോൾഡ് അഡ്വാൻസ് ടാക്സ്. ആഫ്റ്റർ എന്നായാൽ അതിനെ അഡ്വാൻസ് ടാക്സ് എന്ന് പറയില്ല. മനസ്സിലായോ? അപ്പൊ ആ ഒന്നും നമ്മൾ ആഫ്റ്റർ അല്ലെങ്കിൽ ഇൻ അഡ്വാൻസ് ടാക്സ്. അപ്പോൾ ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ഇനി എളുപ്പമായില്ലേ? റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണെന്ന് പിടികിട്ടില്ലേ? ഓപ്ഷൻ ബി ഈസ് റോങ്. Which of the following is incorrect in respect to long-term capital gains? Long-term capital gains മിസ്റ്റേക്ക് ആയിട്ട് വരുന്നതാണ്. LTCG on listed equity shares up to 1 lakh is exempted from tax. 1 lakh വരെ LTCGയിൽ listed equity sharesന് exemption ഉണ്ട്. Listed equity shares held for a period of more than 12 months are termed as long-term capital assets. Listed equity shares 12 മന്ത്സിന് ശേഷമാണ് എന്തെന്ന് പറയുന്നത് ലോങ് ടേം. മറ്റ് അസറ്റുകൾ നോൺ ഫൈനാൻഷ്യൽ അസറ്റ്സ് ലൈക്ക് ബിൽഡിംഗ്, ലാൻഡ് ഇതൊക്കെ 3 വർഷം കഴിഞ്ഞാലാണ് ലോങ് ടേം അസറ്റ്സ് ആവുന്നത്. മറ്റേത് എന്താണ്? ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നു. അത് സെക്യൂരിറ്റീസ് ഫൈനാൻഷ്യൽ അസറ്റ്സ് എന്നൊക്കെ പറയുന്നത് 12 മന്ത്സിന് ശേഷമാണ് കേട്ടോ അത് ലോങ് ടേം അസറ്റ്സ് ആവുന്നത്. ഇൻകം ടാക്സ് ഓൺ LTCG ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് അത് 10% ആണ്. അത് കറക്റ്റ് ആണ്. Unlisted shares requires holding period of more than 12 months for considering as its long term capital asset. ഇത് 12 അല്ല 24 months ആണ്. 12 അല്ല 24 months ആണ്. സോ ഡി ഓപ്ഷൻ ഡി ആണ് റോങ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി റോങ് എന്നല്ല,
അപ്രോപ്രിയേറ്റ് സെൻറ്റൻസ് അല്ല. മോർ ദാൻ 12 months. അൺലിസ്റ്റഡ് ഷെയർസ് ആണെങ്കിൽ ഹോൾഡിംഗ് പീരീഡ് 24 months ആണ്. Which article of the Indian Constitution gives powers to levy and makes laws related to goods and service tax? കണ്ടോ, പവർ ടു ലെവി ആൻഡ് മേക്ക് ലോസ് എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 246A ആണ്. ആർട്ടിക്കിൾ 246A, പവർ ടു ലെവി ആൻഡ് മേക്ക് ലോസ് റിലേറ്റഡ് ടു GST. GSTയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആ ഒരു സെക്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്കത് കിട്ടേണ്ടത് ആർട്ടിക്കിൾ 246A ആണ് കേട്ടോ. ഇൻകം ടാക്സ് ആക്ട് അല്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, സോറി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ വിത്ത് റിഗാർഡ് ടു ദ GST? GST ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി പറയുന്നത് ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ചോദിക്കുന്നത്. GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ്. ഇത് കറക്റ്റ് ആണ്. പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്സ് വിൽ ബി മോർ ബെനിഫിറ്റഡ് ബൈ ദ വേ ഓഫ് ഇൻക്രീസ്ഡ് റവന്യൂ. അങ്ങനെ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സിന് പ്രത്യേകിച്ച് ഒരു ഇതുമില്ല. ഇത് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റിനാണ് ഇത് കൂടുതൽ. അതായത് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിനാണ് GSTയുടെ ടോട്ടൽ ഒരു ലൈബിലിറ്റി വന്ന് വീഴുന്നത്. പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സിന് പ്രത്യേകിച്ച് മോർ ബെനിഫിറ്റഡ് ആകും എന്ന് തോന്നുന്നില്ല. ആ സെന്റൻസ് കറക്റ്റ് അല്ല. ഇൻ ഇന്ത്യ വി ഫോളോ ഡ്യുവൽ GST, CGST, IGST, SGST എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്യുവൽ GST മെത്തേഡ് തന്നെയാണ്. അത് കറക്റ്റ് ആണ്. Under dual GST model, both central and state government levy tax simultaneously. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒരുപോലെ GST ലെവി ചെയ്യുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം കറക്റ്റ് ആണ്. പ്രൊഡ്യൂസിങ് സ്റ്റേറ്റിന് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റിന് കൂടുതൽ ബെനിഫിറ്റ് ഇല്ല. എവിടെയാണോ അത് യൂസ് ചെയ്യപ്പെടുന്നത് അവിടെയാണ് കൂടുതൽ GST ഉണ്ടാകുന്നത്. ആ ഒരു സ്റ്റേറ്റിനായിരിക്കും കൂടുതൽ GST കിട്ടുക കേട്ടോ. അതായത് ആ സെന്റൻസ് അതൊരു GST ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് അല്ല. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. IGST ഫോർ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഇസ് ഫുള്ളി എൻടൈറ്റിൽഡ് ടു സെൻട്രൽ ഗവൺമെന്റ്. ആ സെന്റൻസ് അവിടെ നിൽക്കട്ടെ. CGST collected fully available to central government. കറക്റ്റ് ആണ്. C for central GST, central goods and service tax, അത് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. IGST is levied on interstate supply. ഇപ്പോൾ കേരളത്തിൽ നിന്ന് കേരളത്തിലെ തന്നെ ഒരാളെടുത്ത് വിറ്റ് കഴിഞ്ഞാൽ അവിടെ CGSTയും SGSTയും വരും. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാൾ തമിഴ്നാട്ടിൽ തന്നെ വിറ്റ് കഴിഞ്ഞാൽ അവിടെ CGST SGSTയും വരും. കേരളത്തിൽ നിന്ന് ഒരു സാധനം തമിഴ്നാട്ടിലേക്ക് വിറ്റാൽ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരു സാധനം തിരിച്ച് കേരളത്തിലേക്ക് വിറ്റ് കഴിഞ്ഞാൽ അവിടെ IGST ആണ് ആപ്ലിക്കബിൾ ആണ്. ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അത് കറക്റ്റ് ആണ്. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ. CGST ആൻഡ് SGST ആർ ലെവിഡ് ഓൺ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ. ഇതും കറക്റ്റ് ആണ്. സോ ഫസ്റ്റ് സെന്റൻസ് ഈസ് റോങ്. അതായത് IGST കളക്റ്റഡ് ഫുള്ളി എൻറ്റൈറ്റിൽഡ്. IGST അതായത് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നടക്കുമ്പോൾ, ഇപ്പം നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു, അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു എന്ന് വെച്ചോളൂ, അത് IGST ആണ്. അത് ഫുള്ളി കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. പക്ഷെ അത് മുഴുവൻ ആർക്കുള്ളതല്ല, സെൻട്രൽ ഗവൺമെന്റിനുള്ളല്ല, സ്റ്റേറ്റ് ഷെയർ ഉണ്ട്. ഇവിടെ ഫുള്ളി എൻടൈറ്റിൽഡ് എന്നുള്ള വാക്കുണ്ടോ, ചില വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഫുള്ളി കളക്റ്റഡ് ബൈ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്, അല്ലെങ്കിൽ കളക്റ്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അത് 100% D2 ആണ്. അത് ആദ്യം കളക്ട് ചെയ്യുന്ന സെൻട്രൽ, പക്ഷെ അത് എൻടൈറ്റിൽഡ് ടു, അത് മുഴുവൻ സെൻട്രൽ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് അല്ല. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് റോങ്. ഓക്കെ, താങ്ക് യു.